ഗൈസ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് IFT ന്യൂസ് മീഡിയയുടെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. വിദ്യാസാഗർ, ഹോർമിപ്പാം, ബ്രൈസ് മിറണ്ട എന്നിവരെ KBC ഓഫ്ലോഡ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നു. അതുപോലെ മറ്റ് ചില ക്ലബ്ബുകൾ ഇൻട്രസ്റ്റഡ് ആണ് താരങ്ങൾ എന്നുള്ള സംഭവമായിരുന്നു. അതിലും IFT ന്യൂസ് മീഡിയ അത്യാവശ്യം റിലയബിൾ ആയിട്ടുള്ള ഒരു സോഷ്യൽ ഹാൻഡിലാണ്. അങ്ങനെ എപ്പോഴും നമുക്ക് വിശ്വസിക്കാവുന്ന ന്യൂസുകളൊക്കെ തന്നെയാണ് അവിടെ വരാറുള്ളത്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാനും തീരുമാനിച്ചത്. അപ്പം ഇതിൽ പ്രധാനമായിട്ടും ഇപ്പോൾ ഏത് ക്ലബ്ബിലൊക്കെയാണ് പോകുന്നതെന്നൊക്കെയുള്ള സംഭവങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പം എൻ്റെ ഒരു ഒപ്പീനിയൻസ് എന്നൊക്കെയുള്ള നിലയിലാണ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ കേട്ടിട്ടുള്ളൊരു കാര്യം, ഹോമിപ്പാമിനെ മുംബൈ സിറ്റി FC എന്തോ നോക്കുന്നുണ്ട് എന്നുള്ള തരത്തിലൊക്കെയാണ് കേട്ടത്. ഐ ഡോണ്ട് നോ എന്താണ് സംഭവിക്കുക. ഐ തിങ്ക് BFCക്കാണ് പ്രോപ്പർ ഒരു ഇന്ത്യൻ CB ഒക്കെ ഇല്ലാത്തൊരു പ്രശ്നമുള്ളത്. സോ എനിവേ, ഇനി എൻ്റെ ഒരു ഒപ്പീനിയനിലേക്ക് വരാം. ഇതിൽ 3 പ്ലേയേഴ്സിൽ 2 പ്ലേയേഴ്സിനെയും ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ വിറ്റാൽ വലിയ കുഴപ്പമില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതായത് വിദ്യാസാഗർ ആൻഡ് ബ്രൈസ് മിറണ്ട. വിദ്യാസാഗർ നമുക്കറിയാമല്ലോ, ഈ ഒരു ISL അദ്ദേഹത്തിന് ഒട്ടും ഓപ്പർച്യൂണിറ്റി കിട്ടിയത്, പ്രത്യേകിച്ച് ഇഷാൻ പണ്ഡിത് കൂടി വന്നിട്ടുള്ളൊരു സാഹചര്യത്തിൽ. കഴിഞ്ഞ സീസണിൽ ഇഷാൻ പണ്ഡിത് ഒരു ഇന്ത്യൻ സ്ട്രൈക്കർ ഇല്ലായിരുന്നിട്ട് കൂടി അദ്ദേഹത്തിന് ഓപ്പർച്യൂണിറ്റീസ് ഇല്ലായിരുന്നു. ഈ സീസണിൽ തന്നെ അദ്ദേഹത്തെ വിടാനൊക്കെ ഇരുന്നാണ്. എനിക്ക് തോന്നുന്നു ആ ടൈമിലാണ് ഡയമണ്ട് ഡക്കോസിൻ്റെ ഒരു ഇഞ്ചുറി ഒക്കെ വന്നത്. പിന്നെ അങ്ങനെ പിടിച്ചു നിർത്തുന്ന ഒരു രീതിയിലേക്കൊക്കെ പോവുകയായിരുന്നു എന്നുള്ളതാണ്. സോ അന്ന് പഞ്ചാബിൽ നിന്നൊക്കെ ആയിരുന്നു ഓഫർ വന്നിരുന്നതാണ് കേട്ടത്. ഇനി പഞ്ചാബിലേക്ക് തന്നെ പോകുമെന്നൊക്കെ ഉള്ളത് നമുക്ക് കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. കോച്ചിൻ്റെ പ്ലാനിലില്ലാത്തൊരു താരം എന്ന നിലയിൽ പോകുന്നത് തന്നെയായിരിക്കും നല്ലത്. അതേപോലെ ബ്രൈസ് മിറണ്ട ലാസ്റ്റ് സീസണിലൊക്കെ സഹലിന് പകരക്കാരനായിട്ട് വന്ന് അദ്ദേഹം ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ സീസണിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടില്ല. അതിനൊരു മെയിൻ റീസൺ അദ്ദേഹം നാഷണൽ ടീമിൻ്റെ ഭാഗമായിരുന്നു, ഏഷ്യൻ ഗെയിംസിൻ്റെയൊക്കെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ തിരിച്ചു വന്ന സമയത്ത് ആ ലെഫ്റ്റ് വിങ് ഏതാണ്ട് സെറ്റായി. ഇപ്പം അഡ്രിയാൻ ലൂണ ഉണ്ട്, പിന്നെ ഐമാൻ വന്നു, പിന്നെ ഡൈസുക്കെ അവിടെ കളിക്കും. സോ നിലവിലത്തെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ല എന്നുള്ളതാണ് ഒരു ഫാക്ടർ. ഇനിയിപ്പോൾ ലൂണയുടെ പകരക്കാരൻ കൂടി വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആ ഒരു പൊസിഷൻ എത്രത്തോളം ഇതാകും, ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമെന്നുള്ളത് അറിയില്ല. നല്ല ടാലൻറ്റഡ് പ്ലെയർ തന്നെയാണ്. സോ ഫോർ മീ ഈ 2 താരങ്ങളെയും കൊടുത്തു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. പക്ഷേ ഹോമിപ്പാമിൻ്റെ കേസ് വരുമ്പോഴത്തേക്കും നമുക്ക് പ്രീതം കോട്ടാൽ ഒരു ഇന്ത്യൻ CB എന്ന നിലയ്ക്കുണ്ട്. അപ്പോൾ അദ്ദേഹം നാഷണൽ ടീമിൻ്റെ ഭാഗമായിട്ട് ഏഷ്യൻ കപ്പിന് പോയിട്ടുണ്ട്. അപ്പം ഇപ്പോൾ ഹോർമിപ്പാം മാത്രമേ ഉള്ളത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഹോർമിപ്പാമിനെ കൊടുക്കണമോ എന്നുള്ളതാണ്. ഇനിയിപ്പോൾ പ്രീതം തിരിച്ചു വന്നാൽ തന്നെ നമുക്ക് ഇന്ത്യൻ CB ഒക്കെ വെച്ച് കളിക്കേണ്ട സാഹചര്യം വന്നാലും പ്രീതത്തിൻ്റെ ഒരു ബാക്കപ്പ് ഓപ്ഷൻ എന്താണെങ്കിലും വേണം. ഹോമിപ്പാം നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ഈ ഒരു സീസണിൽ ഈ ഒരു ജനുവരിയിൽ അദ്ദേഹത്തെ കൊടുക്കണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയനായിട്ട് പറയാനുള്ളത്. ഇപ്പം ബിജോയെ ലോൺ കിട്ടിയിട്ടുണ്ട്. ബിജോയ് നെക്സ്റ്റ് സീസൺ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവിടെ പ്രീതത്തിൻ്റെ ഒരു ഓപ്ഷൻ എന്ന നിലയിലെങ്കിലും ബിജോയ് ഉണ്ടാകും. സോ അങ്ങനെ കൊടുക്കരുത് എന്നുള്ളതാണ് എൻ്റെ പക്ഷം. അപ്പം ഈ പറഞ്ഞതുപോലെ ഇതിൽ 2 പ്ലേയേഴ്സിനെ വിട്ട് കൊടുത്താൽ നമുക്കുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫീ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ KBCക്ക് ആ ഒരു സാലറി ലാഭം ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു എമൗണ്ട് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു എമൗണ്ട് വെച്ചിട്ട് പ്ലേയേഴ്സിനെ വാങ്ങിക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ തന്നെ ജനുവരി ട്രാൻസ്ഫർ മാർക്കറ്റിൽ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്നൊക്കെ ഉള്ളത് സംസാരിച്ചിരുന്നു. ഒരു ലെഫ്റ്റ് ബാക്ക് ഉറപ്പായിട്ടും വേണം, ഒരു ഡിഫൻസീവ് അല്ലെങ്കിൽ ഒരു സെൻട്രൽ മിഡ്ഫീൽഡർ ആയിട്ട് കളിക്കുന്നൊരു പ്ലെയർ വേണമെന്നൊക്കെയുള്ളൂ. അപ്പം അവിടെ നമുക്ക് ഔട്ട് ഗോയിങ്സ് മാത്രം പറയാം, ഇൻകമിങ്സും ഉറപ്പായിട്ടും ആവശ്യമാണ് എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ ഇതൊക്കെ പറയാനായിട്ട് വീഡിയോ ചെയ്ത് നിങ്ങളുടെ ഒപ്പീനിയൻസ് വെച്ചാൽ മുസ്ലിം